ഹലോ ആ പോട്ടെ പോട്ടെ എടുത്തോട് എന്താണ് എടുത്തോ എടുത്തോ അവനെ എടുത്തോ നീ എടുത്തോ എടുത്തോ എടുത്തോടാ പേപ്പർ പഠിച്ചിട്ടൊന്നും മനസ്സിലായില്ല. ഒരു മിനിറ്റ് ഇത് എന്റെ ബെഞ്ചാ. അതിന്റെ പേരൊന്നും എഴുതിയിട്ടില്ല. ഇതെന്തുവാ ഇതെന്തുവാ DM അവനൊരു ബെഞ്ചിൽ കയറി ഇവിടെ ഒന്നും മനുഷ്യരെ പഠിച്ചിട്ടൊന്നും എന്താ പറയണം ടീച്ചറാ ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഇന്ന് തന്നെ വെക്കണം. ബാഗൊന്നും കൊണ്ടുവന്നില്ല. നല്ല നീ എന്റെ കൂടി ബാഗ് കിട്ടിയ അയ്യോ പേനയില്ലല്ലോ. പേന ഉണ്ടോ? പേന ഉണ്ടോ? പേന ഞാൻ ജോമെട്രിയില്ല. മച്ചാന്റെ പുല്ല അമ്പല സെറ്റപ്പ് ആണല്ലോ. ഞാൻ അമ്പല സെറ്റപ്പ്, നിങ്ങളെല്ലാം അടമ്പ സെറ്റപ്പ്. ഈ ഭസ്മൊക്കെ ഉണ്ടല്ലോ. ഇത് തിന്നാനുള്ള സാധനമല്ലേ? നട തുറക്കുവോ? നട തുറന്നു എനിക്ക് നിൽക്കുക. ടീച്ചറെ, ഞങ്ങൾ കുടുംബപരമായിട്ട് നല്ല വല്ലതും ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് എണ്ണീച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ അത് എനിക്ക് അറിഞ്ഞൂടെ. എന്റെ അച്ഛൻ പണ്ട് പൂജ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ടീച്ചർ പറയാൻ കുഴപ്പമില്ല. നീ വല്ലതും പഠിച്ചടാ. മുന്നോട്ട് നോക്കിയിട്ടോ. ലൈറ്റ് വേണോ? ലൈറ്റ് കൂതറ പേരായിരുന്നു. അതെന്നെ കണ്ടറിയാൻ കൂതരാന്ന്. വെറുതെ ടീച്ചറെ കേൾക്കണം. നല്ലോണം പോയി കഴിഞ്ഞാൽ പടക്കം പൊട്ടിക്കാൻ. അനുഗ്രഹം മേടിക്കാന്ന്
ടീച്ചറുടെ അവിടെ ഇരുന്നോട്ടെ ടീച്ചറെ അപ്പൊ ദൈവം മനസ്സിലാവും. ഇതാണ് കുട്ടി വരേണ്ട ടൈം. ഞാൻ സോപ്പ് ചെയ്ത പോയത് കുളിക്കാൻ പറ്റില്ല. പോയിരിക്കും. ഏതാ സബ്ജക്ട്? സയൻസ്. ആ ഇതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. പൊടി മരുവായി. ടീച്ചറെ ഇവൻ എന്തോ ഹിന്ദിയും വിളിക്കുന്നു. ഇവിടെ ഒരു കുഴിയുണ്ടെന്നു. എന്താണ് നിനക്ക് അറിയണ്ടേ? ഒന്നിന്റെ അടുത്തത് മോനെ കണ്ണാടി വയ്ക്കണം എന്ന് നിർബന്ധമാണ്. ടീച്ചറിന്ന് കണ്ണ് വെളുത്ത് പോയി, അതുകൊണ്ടാണ് ടീച്ചറിന് കണ്ണാടി വെക്കണം. മോനെ കണ്ണാടി ഒരിക്കൽ ടീച്ചർ ഭയങ്കര പ്രശ്നമാണ്. ടീച്ചർ കണ്ടതിന് ബോധപ്പെടും. ഇല്ല എനിക്ക് ഭയങ്കര ശക്തിയാ. നീ ഒന്ന് ഒരിക്കൽ അല്ല ടീച്ചർ ഊരടാ പെട്ടെന്ന്. അല്ല ടീച്ചറിനെ പറഞ്ഞു. ഞാൻ ഒരെണ്ണം നീ ഊരി തരൂ. അല്ലല്ല ഞാൻ ഒരു തരം ടീച്ചർ ഞാൻ ഒരു തരം നല്ലോണം പഴുത്തിരിപ്പുണ്ടല്ലോ. അല്ല ടീച്ചർ നിന്റെ പാരന്റ്സിനെ വിളിക്കേണ്ടി വരും. ഇറങ്ങടാ. ഗെറ്റ് ഔട്ട്. ടീച്ചർ ആദ്യത്തെ തവണ തന്നെ ക്ലാസ് വെച്ചത്. അല്ലാതെ പുതിയ പുതിയ ടെക്നിക്സുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നന്നായി. എനിക്ക് പഠിക്കാൻ കിട്ടിയല്ലോ കുറെ കാര്യങ്ങൾ. മുമ്പ് വെച്ചോളൂ. ഗെറ്റ് ഔട്ട്. ഇനി ആരുടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളാം. ഇന്നത്തെ സമയം ടീച്ചറെ എനിക്ക് ഒന്നും കൂടി ചാൻസ് തരണം. ടീച്ചർ എനിക്ക് ഈ പരീക്ഷ എന്തായാലും എഴുതണം. എനിക്ക് വലിയ ആളാവണം. ഇത്ര വലുതായിട്ട് പോയോ നിനക്ക്? എന്റെ ടീച്ചർ എനിക്ക് വലിയ ആളാവണം. എന്റെ വീട്ടുകാരനെ ടീച്ചറെ ഒന്നും കൂടി അവസരം. ഈ ഒരു പേപ്പർ മതി എന്റെ ജീവിതം മാറി മറിക്കും ടീച്ചറെ. ടീച്ചറെ റേഡിയോ ടീച്ചറെ ഞാൻ പറഞ്ഞു. ആഹാ എന്തൊരു പുരോഗമനം. മതി മതി മോനെ എഴുതിയത് മതി കേട്ടോ. ഗെറ്റ് ഔട്ട്. പോ പുറത്ത് പെട്ടെന്ന്. ടീച്ചർ ഇവനും കോപ്പി അടിക്കുക. നമ്പറാണ്. ആണോ? ടീച്ചർ നോക്കട്ടെ മോനെ. തന്നോളൂ. എല്ലാ ഫോർമുല ഉണ്ടല്ലോ. ആ ഇരിക്കണ്ട. മോൻ വീട്ടിൽ പോയി ഇരുന്നാ മതി. പോയിക്കോ. പോടാ. അതിന്റെ അല്ലായിരിക്കും. നീ വാ. അത് പിന്നെ പോടാ വഴി. ഭയങ്കര കഷ്ടമുണ്ട്. എന്തിനാ എക്സാം എഴുതാൻ? ടീച്ചറെ ഒന്നും ഉണ്ടായിരുന്നു. വല്ലാതെ വിലക്കുന്നുണ്ടോ മോനെ? തൊപ്പി ഒരിക്കോ? തൊപ്പി ഒരിക്കോ?
കൊള്ളാം, ഗുഡ് ഐഡിയ. പേപ്പറിലും കാണണം. പ്ലീസ് ക്യാൻ ഗോ. മതി മോളെ മതി. നിങ്ങളെ ഒന്ന് കഷ്ടപ്പെടുത്താൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. പോയിക്കോളൂ. ഗെറ്റ് ഔട്ട്. മനസ്സിലായോ? പോയിക്കോളൂ. What nonsense! Please, put your water. Go. Sleeves on the pocket. കുഴപ്പമില്ല, പൊക്കിക്കോളൂ. വെട്ടാൻ പൈസ ഇല്ല, കുഴപ്പമില്ല. ടീച്ചർക്ക് ഒരു പേടിയില്ല, മോൻ പൊക്കിക്കോളൂ. ഫാസ്റ്റ്, പെട്ടെന്ന് ചെയ്യൂ. ഓക്കെ, വീട്ടിൽ പോയിരുന്ന് നല്ലോണം കുളിച്ചോ. ഓക്കെ. ആ ചെരുപ്പും കൂടി ഒന്ന് ഊരിക്കോ. അതെന്താണ്? പഠിച്ചൂടെ ഇരുന്നു കുട്ടിക്കൊക്കെ. ഗെറ്റ് ലോസ്റ്റ്. എന്താ പരിപാടി? എന്തൊക്കെയോ ഉണ്ടല്ലോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരെ ആൻസർ എഴുതി കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു കുട്ടികൾ. മതി എഴുതിയത്, മതി മതി മതി. ഈ വിചാരം വീട്ടിൽ നിന്ന് ഉണ്ടാവണായിരുന്നു. പഠിച്ചിട്ട് വന്നോടാ നിങ്ങൾക്കൊക്കെ. ഒറ്റോളൂ. എന്നോടാണോ കളി? ടീച്ചറെ സപ്ലിമെന്റ്. അല്ല ടീച്ചറെ, ഒരു ചോദ്യം ചോദിച്ചു. ചോദിക്കേ. ടീച്ചറെ രണ്ട് ടീച്ചർ ആണെങ്കിൽ ഭർത്താവ് വീട്ടിൽ വരാനുണ്ടോ? അതേ പുള്ളിക്കാരനെ ഇങ്ങനെ പുറത്തിറങ്ങുന്നു. എഴുതടോ. ഒരു ചോദ്യമുണ്ട്. എന്താ? ടീച്ചറിന് വല്ല ദിവ്യ ദൃഷ്ടി വല്ലതും ഉണ്ട്? സരസ്വതി ദേവിയുടെ കടാക്ഷം വല്ല ഉണ്ടെന്ന് വെച്ചോ? ടീച്ചറെ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ടീച്ചർ അങ്ങനെ ഇത്ര വലിയ കഴിവ് ഓരോരുത്തരുടെ ആരുടെയൊക്കെ കയ്യിൽ ചിട്ടുന്നുള്ളത്? ടീച്ചറെ അതൊക്കെ അറിയുന്നുണ്ട്. അത് ടീച്ചറെ കോപ്പി അടിച്ചതിന്റെ എന്താ പറഞ്ഞു?
വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പറോ? അതെന്താ വേറെ? മൊത്തം ഔട്ട് സിലബസ് ആണല്ലോ. ഔട്ട് ഓഫ് സിലബസ് നോക്കട്ടെ. ഇതൊക്കെ സിലബസിലുള്ള ക്വസ്റ്റ്യൻസാ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടൊന്നും വന്നിട്ടില്ലല്ലോ. എനിക്ക് നാം പുറത്ത് വന്നിട്ടില്ലെങ്കിൽ മോൻ ഇറങ്ങി പൊക്കോളോ. അവിടെ ഇറങ്ങി. ഓ നല്ലതേ പൊയ്ക്കോളൂ. ഹിസ്റ്ററിയോ? ഇന്ന് സയൻസ് എക്സാം ആണ് പൊട്ട. സബ്ജക്ട് ഏതാണെന്ന് നോക്കിയിട്ടെങ്കിലും നിനക്കൊക്കെ ചിട്ടുണ്ടാക്കിക്കൂടെ? കഴുതകള് പോയിറങ്ങി. ഔട്ട് ഓഫ് ക്ലാസ് ആണ് നിങ്ങളൊക്കെ നിൽക്കേണ്ടത്. ഹലോ. ആ എടുത്തോ. എന്താ ഇവിടെ ഒച്ചയും ബഹളമൊക്കെ? നീയോ? അഞ്ചി അജയന്റെ മച്ചോ, നീ എന്താ ഇവിടെ? ഇവിടെ സ്റ്റുഡന്റാ. സ്റ്റുഡന്റോ? നിന്റെ പഠിത്തം ഇതുവരെ തീർന്നില്ലേ? ഇല്ല, ഞാൻ പ്ലസ് ടു. കൊള്ളാം. അപ്പൊ നീ എന്തോ? ഞാനിവിടെ ജോയിൻ ചെയ്തേ ഉള്ളൂ. ടെമ്പററി ടീച്ചറായിട്ടോ? ആ. പക്ഷെ പെർമനന്റ് ആകണമെങ്കിൽ 2-3 കോപ്പി കേസ് ഒക്കെ പിടിക്കേണ്ടി വരും. കോപ്പി കേസോ? ഞാൻ ഹെൽപ്പ് ചെയ്താ? എന്നെ കൊണ്ട് പറ്റുമോ? പിന്നെ എന്നാ ശരി.